Then I raised my eyes and looked, and behold, a man with a measuring line in his hand. So I said, What are you going? Where are you going? And he said to me, to measure Jerusalem, to see what is its width and what is its length. And there was the angel who talked with me, going out, and another angel was coming out to meet him, who said to him, Run, speak to you, young man, saying, Jerusalem shall be inhabited as towns without walls, because of the multitude of men and livestock in it. But I, say the Lord, will lead a wall of fire all around her, and I will be the glory in her midst. I don't know what you do. ഞാൻ അന്ന് ചുറ്റും തീ മതിലായിട്ട് ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായി I will be the glory. Amen. Hallelujah. അന്ന് ചുറ്റും ഒരു തീ മതിലായിട്ട് ഞാൻ അന്ന് ചുറ്റും ഒരു തീ മതിലും I will be a wall of fire around them. Amen. Hallelujah. Hallelujah. ഒരു തീ മതിലായിട്ട്. Amen. Hallelujah. നമുക്കറിയാം. Amen. Hallelujah. നമ്മൾ ചില ഭവനങ്ങളൊക്കെ നോക്കുമ്പോൾ if you look at some houses, especially North Indiaയിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് വലിയ മതിലുകൾ കാണാൻ പറ്റും. ചെറുപ്പത്തിൽ ഞങ്ങൾ ബീഹാറിലൊക്കെ ആകുമ്പോൾ ചില വീടുകളുടെ മുൻപിലൊക്കെ വലിയ മതിലുകളാണ്. Big walls we find. Amen. Hallelujah. നമ്മൾ ബൗണ്ടറി അടക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ പലപ്പോഴും അവിടെയൊക്കെ വലിയ മതിലുകൾ ഉണ്ടായാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. To protect from the thieves. കള്ളന്മാർ കയറി വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു സുരക്ഷിത കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ മതിലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആർക്കും കയറാൻ പറ്റാതെ. അപ്പോൾ wall ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. wall മതിൽ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ എരിയോ മതിൽ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, വായിച്ചിട്ടുണ്ട്. Amen. Hallelujah. എരിയോ മതിൽ എന്ന് പറഞ്ഞാൽ it was too big and too strong. വലിയൊരു മതിലാണ്. Amen. Hallelujah. അന്ന് ഹിസ്റ്ററി അതൊന്നും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ മേലൊരു റേസിംഗ് ട്രാക്ക് വരെ വെക്കാം. അത്രയും വീതിയിലായിരുന്നു എരിഹോ മതിൽ പറഞ്ഞത്. Jericho wall was so wide that you could have a racing track on it. Amen. So all the walls, എല്ലാ മതിലും എല്ലാം എന്താണ്? ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഒരു നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. വേറെ ആരും ഇൻട്രൂഡേഴ്സ് കയറി വരാൻ പാടില്ല. അന്യ ആൾക്കാർ കയറി വരാൻ പാടില്ല. പരിചയമില്ലാത്ത ആൾക്കാർ കയറി വരാൻ പാടില്ല. No thieves, nothing. So it was always a wall. Amen. Hallelujah. That gives us a protection. Gives us privacy. Amen. Hallelujah. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ വാക്യം വായിക്കാം. ഞാൻ നോക്കിയപ്പോൾ കയ്യിൽ അളവ് പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുമെന്ന് ഞാൻ ചോദിക്കുന്ന അവൻ ഞാൻ യെരൂശലേമിലാണെന്ന്. അപ്പോൾ യെരൂശലേമിനെ അളക്കാൻ പോണ he is measuring Jerusalem. Amen. Hallelujah. അപ്പോൾ I was studying about Jerusalem. എത്ര ഒരു പോപ്പുലേഷൻ എന്തോ ആയിരിക്കും യെരൂശലേമിൽ അന്നത്തെ കാലത്ത്. ഈ സക്കറിയായുടെ കാലത്ത് എന്തോ ഒരു പോപ്പുലേഷൻ. അപ്പോൾ സക്കറിയായുടെ കാലത്ത് പോപ്പുലേഷൻ വായിക്കുന്ന മുമ്പേ എന്റെ കണ്ണുകൾ ശലോമോൻ രാജാവിന്റെ കാലഘട്ടം വന്നു. ശലോമോൻ രാജാവിന്റെ കാലഘട്ടം, the times of King Solomon, the population in Jerusalem, യെരൂശലേമിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു 25,000 to 30,000 ആണ്. 25,000 മുതൽ 30,000 ആണ്. Amen. Hallelujah. The population of Jerusalem. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്താണ് സക്കറിയയുടെ കാലഘട്ടം. When it came to the time of Zechariah, what happened was അന്ന് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലൂടെ ബാബിലോണിലെ പ്രവാസത്തിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ പോപ്പുലേഷൻ 25,000 നേരെ വന്നത് 5,000 ആണ്. Around 5,000 people lived in Jerusalem. Amen. Hallelujah. That was the population at the time of when the scripture was written in the time of Zechariah. അപ്പോൾ നമുക്കറിയാം population എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനസംഖ്യ എന്ന് പറയുമ്പോൾ അത് just an example പറയുവാണെങ്കിൽ Amen. Hallelujah. To get a wider picture. Amen. Hallelujah. നമ്മുടെ കേരളത്തിൽ എത്രയാണ്? 3.4 crores ആണ് നമ്മുടെ population. Kerala's population is around 3.4 crores. നമ്മുടെ ഡൽഹി നോക്കുവാണെങ്കിൽ 3.3 ആണ്. 3.3 crores in Delhi city alone. And we have just around 10 ലക്ഷം കൂടുതലാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡൽഹി എത്ര population, the density നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. How highly it is.
in Jerusalem. Amen. Hallelujah. Amen. Hallelujah. In the number of the population പറ്റി അല്ല, പക്ഷേ just ഒരു picture തരാൻ വേണ്ടി മാത്രമേ ഇത് പറഞ്ഞുള്ളൂ. നമുക്ക് തിരിച്ച് ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരാം. Let's come to verse 1. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ when I raised my eyes and looked. ഞാൻ പിന്നെ തലപൊക്കി നോക്കിയപ്പോൾ when I raised my eyes, amen, hallelujah, when I raised up unto the Lord, when I looked unto the Lord, up unto the Lord, amen, hallelujah. If you want to see a miracle, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം വേണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണോ, hallelujah, എങ്ങോട്ടാണ് നോക്കേണ്ടത്? Where should you look when you want a miracle? Look up, not look down, amen, hallelujah. When I raise my eyes, amen, hallelujah, every moment, എല്ലാ നിമിഷവും നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? When you look up to the Lord, amen, hallelujah, ആ ആകാശത്തിൽ നോക്കുക, ആ ദൈവത്തിലേക്ക് നോക്കുക, amen, hallelujah. Lift up your eyes, amen, hallelujah. When I raise my eyes, ഞാൻ അത് പറയുമ്പോൾ ഒരു ഫിസിക്കലി നോക്കാനല്ല പറയുന്നത്, എപ്പോഴും മേളിലേക്ക് നോക്കി നടക്കാനല്ല പറയുന്നത്. പക്ഷേ we have a habit, amen, hallelujah, എപ്പോഴും തല താഴ്ത്തി നടക്കുന്ന ഒരു habit ഉണ്ട്. I mean physically I'm not saying about the spiritual aspect. We always tend to look down and go up. നമ്മൾ താഴോട്ട് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിൽ in my life I want to change. I want to look up. ഞാൻ അത് മേളിലേക്കാണ് നോക്കേണ്ടത്, amen, hallelujah. ഞാൻ ഉയരത്തിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്, amen, hallelujah. And for change in my life, ഒരു vision വേണോ, എങ്ങോട്ടാണ് നോക്കേണ്ടത്? amen, മേളിലേക്കാണ് നോക്കേണ്ടത്. I need to look up, amen, hallelujah. God will work, start working. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും, amen, hallelujah. The moment I raise my head, amen, hallelujah, unto the Lord, amen, hallelujah. നമുക്ക് വായിക്കാം, hallelujah. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുകൾ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നെന്ന് ഞാൻ ചോദിച്ചതിനെ ഞാൻ യെരൂശലേമിനെ അളന്ന് അതിന്റെ വീതിയിൽ നിന്നും നീളത്തിൽ നിന്നും അളക്കുവാൻ പോകുമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗത്തിൽ നീ ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേമിൽ അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കൊടുക്കുന്നത് പറയുക. എന്നാൽ ഞാൻ അത് ചുറ്റും തീമതിലായിരിക്കും. അഞ്ചാമത്തെ വാക്യം പറയുന്നത്, ദൈവം പറയുന്നത്, I will be the wall, I will be the wall of fire. ഞാനൊരു എന്താണ് മലയാളത്തിൽ വായിച്ചത്? അഞ്ചാമത്തെ വാക്യം തീമതിലായിരിക്കും, amen, hallelujah. Thank you Lord Jesus, Lord. നമ്മൾ ഇന്ന് പലകാലം ഇവിടെ ആരാധിക്കാൻ വരുമ്പോൾ, amen, hallelujah, ഈ സ്പേസിൽ നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ ചുറ്റും മതിലുണ്ട്. We have a wall in this place, amen, hallelujah. Amen, we need ഒരു ഹോൾ ആകുമ്പോൾ നമുക്ക് അതൊക്കെ മതിലൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇന്ന് ആ മതിലല്ല ഞാൻ സംസാരിക്കുന്നത്. We have built a wall in our own life. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മതിലുകൾ പണിതിട്ടുണ്ട്, amen, hallelujah. നമ്മുടെ സ്വന്തം ജീവിതം തന്നെ ഒരു മതിലിന്റെ ഉള്ളിൽ ആക്കി മാറ്റിക്കൊണ്ട്, amen, hallelujah. We have a wall surrounding us. ഒരു പക്ഷേ നമ്മൾ എന്താണ്, our wall is our tradition. നമ്മുടെ പാരമ്പര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു മതിലായിട്ട് വരുന്നത്, amen, hallelujah. നമ്മുടെ ചിന്തകളായിരിക്കും നമ്മുടെ മതിലായിട്ട് വരുന്നത്. Our thoughts becomes our wall, amen, hallelujah. നമ്മുടെ ഭയം ഒരു മതിലായിട്ട് വരുന്നത്. Our fear becomes our wall, amen, hallelujah. All the things are surrounding us. ഇതെല്ലാം നമ്മുടെ ചുറ്റുമായി കൊണ്ടിരിക്കുകയാണ്, amen, hallelujah. പലപ്പോഴും നമുക്ക് ഇതിന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. I am unable to come out of the wall that I built around me, Lord, amen, hallelujah. Because എന്റെ ഉള്ളിൽ ഭയം വന്നു, എന്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി വന്നു, എന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയില്ലായ്മ. There is no hope, there is nothing, Lord, and I am stuck inside the wall. I am stuck inside our mother.
But what does the scripture say? എന്നാൽ ഞാൻ നീ വേഗത്തിൽ നീ ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേമിലെ മനുഷ്യരുടെ ഗൃഹങ്ങളെ ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുന്നു പറഞ്ഞു. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായി. നീ വേഗത്തിൽ നീ ബാല്യക്കാരോട് സംസാരിച്ച് യെരൂശലേം അതിനെ മനുഷ്യരുടെ ഗൃഹങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുന്നു പറഞ്ഞു. Inhabitant of towns without walls. Amen. Hallelujah. In the Bhagavad Gita, what is God saying is to break the walls. Amen. Hallelujah. നമ്മുടെ ചുറ്റുപാട് മതിലുകൾ ഇന്ന് തകരാൻ പോകണം. Amen. Hallelujah. Although I need to break the walls. Amen. Hallelujah. They'll break the walls of complacency. സുഖത്തിന്റെ ആ മതില്, ഭയത്തിന്റെ ആ മതില്, പ്രത്യാശയില്ലാത്തതിന്റെ മതില്, the wall of fear, the wall without hope, Lord Jesus, Lord. Everything, Lord, believe that God is going to break today. അത് ദൈവം ഇന്ന് അത് തകർക്കാൻ പോകണം. Amen. Hallelujah. ആ മതിലിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് വരണം. Amen. Hallelujah. Thank you, Lord. Because അഞ്ചാമത്തെ വാക്യം പറയുന്നത് I am going to be the wall of fire. Amen. Hallelujah. Thank you, Lord Jesus, Lord. വായിച്ചോ അഞ്ചാമത്തെ വാക്യം. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. I am going to be a wall. ആരാണ് ദൈവമാണ് ആ മതിലാകാൻ പോകുന്നത്. Amen. Hallelujah. God is going to be the wall of fire. God is going to be a wall of protection for me. Amen. Hallelujah. എന്റെ സുരക്ഷയുടെ മതിൽ ആരാണ്? ദൈവമാണ് ആകാൻ പോകുന്നത്. എന്റെ ചിന്തകൾ, എന്റെ ഭയം, not my thoughts, not my fear. It is God who is going to be a wall for me. ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരു മതിലാകാൻ പോവാണ്. Amen. Hallelujah. ആ ദൈവത്തിന്റെ സുരക്ഷയിലാണ്, ആ ദൈവത്തിന്റെ പ്രത്യാശയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. Amen. Hallelujah. I need to come out of the wall, man-made wall. മനുഷ്യനുണ്ടാക്കിയ മതിലിൽ നിന്ന് കർത്താവേ, Hallelujah, പുറത്തേക്ക് വന്നിട്ട് കർത്താവേ, Hallelujah, ആ ദൈവത്തിന്റെ മതിലിലേക്ക് ഒന്ന് വരാൻ കർത്താവേ, to be in your protection, Lord Jesus, Lord. Hallelujah. വിശ്വാസത്തോടെ സ്തോത്രം പറയട്ടെ. Hallelujah. Thank you, Lord Jesus, Lord. Hallelujah. Thank you, Lord. നമുക്കറിയാം ഒരു തീ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഫോറസ്റ്റ് ഫയർ, what happens when there is a forest fire? എന്തോ ഫോറസ്റ്റ് ഫയർ എന്നാണ് കാട്ടുതീ. Yeah, thank you. കാട്ടുതീ ഉണ്ടാകുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? കാട്ടുതീ ഒരു സ്ഥലത്തല്ല അവിടെ തീയോ അല്ലെ. നമ്മൾ കാട്ടുതീ when you see forest fire, ലാസ്റ്റ് ഓഫ് ദ ആമസോൺ അല്ലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഫയർ ഉണ്ടായത്, അതെന്താ അതിങ്ങനെ നടന്നുകൊണ്ട് പോകും. And it keeps moving. Amen. Hallelujah. And when God is a wall of fire, it keeps moving. Amen. Hallelujah. അത് അവിടെ തന്നെയല്ല നിൽക്കുന്നത്, അത് എന്തോ ചെയ്യുന്നത്, അത് പോയിക്കൊണ്ടിരിക്കണം. It keeps moving. Amen. Hallelujah. ആ മൂവ്മെന്റിലേക്കാണ്. Amen. Hallelujah. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നത് ആ മൂവ്മെന്റിലേക്ക് വരാൻ, ആ തീ, ആ ദൈവത്തെ ആ wall of fireലേക്ക് കർത്താവേ, he wants you to move. Amen. Hallelujah. കാരണം എന്റെ wall എന്താണ്? അത് ദൈവമാണ്. It is God who is going to be a protector for me. Amen. Hallelujah. Thank you, Lord Jesus, Lord. We praise you. We give you glory, Lord. Zechariah chapter 9. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി അതിന്റെ എന്റെ ആലയത്തിന് ചുറ്റും പാളയം തുടങ്ങി. ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയം തുടങ്ങി. Amen. Hallelujah. I will camp around my house because of the army, because of him who passes by and whom he returns. No more shall be an oppressor pass through them. For now I have seen with my eyes. Amen. Hallelujah. I am going to surround. At the chuttum I am going to surround. നമ്മുടെ ഭവനത്തിന്മേൽ എന്റെ ചുറ്റും കർത്താവേ, എന്റെ സഭയുടെ ചുറ്റും, എന്റെ പട്ടണത്തിന്റെ ചുറ്റും കർത്താവേ, ആരാണ് സറൗണ്ട് ചെയ്തത്? അത് ദൈവമാണ് സറൗണ്ട് ചെയ്തത്. Amen. അതാണ് God is going to surround. Amen. Hallelujah. Thank you, Lord Jesus, Lord. അതുകൊണ്ട് കർത്താവേ, Hallelujah, ഇത് എന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. എന്റെ എത്ര ശബ്ദം നമ്മൾ നേരത്തെ പാടിയ പോലെ സമുദ്രങ്ങൾ എന്റെ നേരെ ഉയർന്നാലും, Hallelujah, ഞാൻ ഭയപ്പെടില്ല. കാരണം എന്താണ്? എന്റെ ചുറ്റുമുള്ള മതിൽ ആദ്യ അത് ദൈവമാണ് പറഞ്ഞത്. Amen. Hallelujah. God is standing. Whatever the enemy does, whatever the scheme that the devil does, വിശാച എന്തൊക്കെ സ്കീം ആയിട്ട് വന്നോട്ടെ കർത്താവേ,
like the forest fire, it keeps moving. Amen. Hallelujah. അത് നിങ്ങളുടെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Amen. Hallelujah. നമ്മുടെ ഓരോ ചുവട് വെക്കുമ്പോഴും every step that I take, amen. Hallelujah, I need to believe. എനിക്കൊരു വിശ്വാസം ഉണ്ടാകണം. Amen. Hallelujah. ആ മതില് എന്റെ കൂടെ മുന്നോട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു വിശ്വാസം, ആ ഒരു ബലത്താലാണ് ഞാൻ പോകുന്നത്. With that hope and with that strength I move forward. Amen. Hallelujah. Thank you, Lord Jesus, Lord. We praise you, we glory you, Lord Jesus, Lord. Exodus chapter 14. അവിടെ എത്തുമ്പോൾ നമുക്കറിയാം, വായിക്കുമ്പോൾ നമുക്കറിയാം. Amen. Hallelujah. We know the situation. Israel മക്കള്, the Israelites have reached the Red Sea. ആ ചെങ്കടലിന് മുൻപേ ആണ് നിൽക്കുന്നത്. Amen. Hallelujah. Thank you, Lord. മുൻപിൽ നോക്കുമ്പോൾ ചെങ്കടലിൽ, the front is the Red Sea. അടുത്ത വലിയ പർവ്വതങ്ങളാണ്. Besides are the mountains. പുറകിലാറുള്ളത് ഫറവോന്റെ കൊട്ടാരം. Behind who? The Pharaoh's army is behind them. ആ ഒരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. അവർ അവിടെ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ അത് 13-ാമത്തെ അധ്യായത്തിലാണ്. Let's get into 13 verse and verse 21. 21-ാമത്തെ വാക്യം. 13-21. അവർക്ക് വഴി കാണിക്കുന്നുണ്ട്. പകൽ മേഘസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരിക്കുന്നത്. It says, and the Lord went before them by day in a pillar of cloud to lead the way, and by night in the pillar of fire. അപ്പോൾ അവർ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എന്താണ്? യഹോവ, the Lord was before them. എങ്ങനെയാണ് മുന്നോട്ട് നടക്കുന്നത്? അവർ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും. As a cloud and fire of the Lord was before them. Jehovah, he was before them. Now let's get to 14. Exodus 14. Verse 19. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിന്നിൽ പോയി നിന്നു. രാത്രി മുഴുവൻ. And it says, verse 19 says, and the angel of God who went before the camp of Israel moved and went behind them, and the pillar of cloud went before them and stood behind them. Amen. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിന്നിൽ പോയി നിന്നു. ആദ്യം നമ്മൾ 13-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ when we read chapter 30, the Lord was before them. Amen. Hallelujah. മുൻപിൽ നടന്നുകൊണ്ടിരുന്നു. Amen. Hallelujah. When you come to chapter 14, 14-ലേക്ക് വരുമ്പോൾ 19-ാമത്തെ വാക്യം പറയുന്നത് എങ്ങോട്ടാ വന്നത്? പിന്നിൽ വന്നു. Amen. Hallelujah. ആ പ്രൊട്ടക്ഷൻ എവിടുന്നാണ്? ആ ഫറവോന്റെ പട്ടാളോ, ആ ഇസ്രായേൽ മക്കൾ, between the Pharaoh's army and the Israelites, he came behind them. Amen. Hallelujah. Verse 20. രാത്രി മുഴുവനും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാത്തവണ്ണം. Amen. Hallelujah. അത് അവയുടെ മധ്യേ വന്നു. അവരുടെ മധ്യേ വന്നു. Amen. Hallelujah. Thank you, Lord Jesus, Lord. He came in between them. Amen. Hallelujah. Thank you, Lord. Thank you, Lord. Verse 26. So it came between the camp of the Egyptians and the camp of Israel. Thus it was a cloud and darkness to the one, and it gave light by night to the other, so that the one did not come near other at all. എങ്ങനെയാണ് ഒന്നുകൂടെ വായിച്ചു? രാത്രി മുഴുവനും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ
തരുവാണ്. God is giving to you and me. But still, പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്. എനിക്ക് ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ when I go from here, I need to understand God has built a wall. ദൈവം ഒരു മതിൽ പണിതിട്ടുണ്ട്. Amen, hallelujah. That is go walking with me. എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. Amen, hallelujah. ഒരു പ്രശ്നം വരുമ്പോൾ, എന്റെ പിന്നീട് ഒരു പ്രശ്നം വരുവാണെങ്കിൽ ആ മതിൽ എന്റെ പുറകിൽ ഉണ്ട്. എനിക്ക് ഒരു ഉറപ്പുണ്ട്. Amen. It is not going to work. It is not going to function because ഈ മതിൽ എന്റെ പുറകിൽ ഉണ്ട്. Amen, hallelujah. ആ തീരെ മതിൽ എന്റെ പുറകിൽ ഉണ്ട്. Amen, hallelujah. Thank you Lord. അതുകൊണ്ടാണ് ആ പ്രത്യാശയോടെയാണ്, ആ ഉറപ്പോടെയാണ്, ആ സന്തോഷത്തോടെയാണ് പോകുന്നത്. ഈ മതിൽ എന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഞാൻ when I raise up my eyes, amen, hallelujah. ഞാൻ ആ മേളിലേക്ക് എന്റെ കണ്ണുകൾ മാറ്റുമ്പോൾ, amen, hallelujah. When I turn my eyes from the world, ഈ ലോകത്തിൽ എന്റെ കണ്ണുകൾ മാറ്റിയിട്ട് ഞാൻ എന്റെ കണ്ണുകൾ മേളിലേക്ക് ആക്കുമ്പോൾ എനിക്ക് ദൈവം തരുന്ന ഒരു കാഴ്ചയാണ്. ഞാനും നിങ്ങളും എല്ലാം നടക്കുന്നത് നിങ്ങളെയും എന്നെയും കഴിവുകൊണ്ടല്ല. It is not because of your ability that you are walking. ഇത് എവിടുന്നാണ് എന്റെ ലോകത്തിൽ ഞാൻ കിട്ടുന്നത്? ഞാൻ മേളിലേക്ക് നോക്കുമ്പോൾ when I look up, the Lord is telling there is a wall of fire. Amen, hallelujah. നിങ്ങളെ ചുറ്റും ഒരു മതിൽ പണിതു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഒരു മതിലുണ്ട്. There is a fire, wall of fire in your house, O Lord, and that is protecting you and me. അതാണ് നിങ്ങളെ എങ്ങനെ സുരക്ഷിതമാക്കുന്നത്. Amen, hallelujah. Thank you Lord. Hallelujah. സന്തോഷം. Hallelujah. Hallelujah. Thank you Lord. രണ്ട് രാജാക്കന്മാരുടെ 2 Kings chapter 6 ആരംഭത്തെ verse 8. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്ന സ്ഥലത്ത് പാളയം വേണം എന്നിങ്ങനെ അവൻ തന്നെ വൃദ്ധന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിക്കാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞു പ്രബോധിപ്പിച്ചു വരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവനൊരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കരഞ്ഞു. അവൻ വൃദ്ധന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവന്റെ വൃദ്ധന്മാരോട്, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. ഈ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. your bedroom. Amen. Hallelujah. നിങ്ങളുടെ ബെഡ്റൂമിൽ സംസാരിക്കുന്ന
Amen. Thank you, Master Lord. മുന്നോട്ട് വായിക്കാം. 13 വാക്യം. Verse 30. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നുവെന്ന് നോക്കുകയും ഞാൻ ആളെ ചെന്ന് പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ യോർദാനിലുണ്ടെന്ന് അവൻ So he said, go and see where he is, that I sent and get him. And it was told to him, surely he is in Dothan. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളർന്നു. Amen. 15th verse, 14th verse ഒന്നുകൂടെ വായിക്കാം. ശ്രദ്ധിച്ച് വായിക്കാം. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം വളർന്നു. കുതിര എങ്ങനെയാണ് അയക്കുന്നത്? കുതിരകളും ശക്തിയുള്ള സൈന്യവും ആരെ പിടിക്കാണ്? എലീശയെ പിടിക്കാണ്. എലീശ is he a soldier? He is not a soldier. ഒരു സോൾജർ മോഡൽ എക്യുപ്മെന്റ് എന്തെങ്കിലുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ലാത്തവരുടെ ആദ്യം എങ്ങനെയാണ് വിടുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട്? കുതിരകളും വലിയ ശക്തിശാലിയായ സൈന്യവും. Hallelujah. ഇതൊക്കെ ആയിട്ടാണ് എലീശ ഒരു പ്രവാചകന്, a man of God, പിടിക്കാൻ വരുന്നത്. A man who walks in the anointing of the Lord. ദൈവത്തിന്റെ ആ അഭിഷേകത്തിൽ നടക്കുന്ന ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെ വിടുന്നത്? ശക്തിയുള്ള സൈന്യവും കുതിരകളും, every chariots of horses and all the soldiers. ആരെ? ഒരു പ്രവാചകനെ പിടിക്കാൻ വേണ്ടിയിട്ട്. എത്ര പിടിക്കുന്നു? Hallelujah. Everybody will be after you. നിങ്ങളുടെ പുറകിൽ അനേക ആൾക്കാരുണ്ട്. പക്ഷെ ആ ദൈവത്തിന്റെ അഭിഷേകത്തിൽ നടക്കുവാണെങ്കിൽ, ആ ദൈവത്തിലേക്ക് നോക്കിയൊന്ന് നടക്കുവാണെങ്കിൽ, if you raise up your eyes and walk, if you walk in that anointing of God, ആ ഒരു അഭിഷേകത്തിൽ നടക്കുമ്പോൾ, amen, hallelujah. എനിക്കറിയാം എന്റെ ചുറ്റും ഒരു മതിലുണ്ട്. Amen, hallelujah. I know there is a wall of fire around me. Amen, hallelujah. എത്ര ശക്തിയുള്ള എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ട് ആരൊക്കെ എന്റെ പുറകിൽ വന്നാലും, ആരൊക്കെ എന്റെ കുടുംബത്തിന് എതിരെ വന്നാലും, എനിക്കൊരു കാര്യം അറിയാം, എന്റെ ചുറ്റും ഒരു മതിലുണ്ട്. ആ ഒരു തീരെ മതിലുണ്ട്. I know there is a wall of fire around me. Amen, hallelujah. എന്റെ മുൻപിൽ വന്ന
when you are and I, if we are in a prison, we know that നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന സമയമാണ്, നമുക്ക് സങ്കടം വരുന്ന സമയമാണ്, നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്ന സമയമാണ്. ആ സമയത്ത് ആ വോളിന് ചുറ്റും amen hallelujah thank you Lord Jesus എർമിയാവ് ഒരു പക്ഷേ എന്നോട് എർമിയാവ് താഴോട്ട് നോക്കാം, വലത്തേക്ക് നോക്കാം, ഒരു പ്രത്യാശ ഇല്ലാതിരിക്കാം. പക്ഷെ ആ മതിലിരിക്കുമ്പോൾ എന്തോ ദൈവം ചെയ്യുന്നത് ഇരമ്യാവ് കാവൽപ്പുറപ്പെട്ടത് അടക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അകപ്പാട് രണ്ടാം പ്രാവശ്യം അവനുണ്ടായിരുന്നാൽ അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, call unto me, ഞാൻ നിനക്ക് ഉത്തരമരുളും, I will answer you. Call to me. നീ അറിയാത്ത മഹത്തായ Hallelujah. Thank you, Lord. We praise the Lord. In a prison, എവിടെയാണ് കാവൽപ്പുര? മുറ്റത്ത്. In a prison courtyard. What does God say? Call to me. I will answer. ഞാൻ ഉത്തരം നൽകും. Amen. Hallelujah. Zechariah പറഞ്ഞത് ഒന്നെന്നോടാ. When I raised up my eyes. ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ. When I raised up my eyes. ഈ മതിലിന്റെ ചുറ്റും ഇരിക്കുമ്പോഴും Amen. Hallelujah. നമുക്കിപ്പോൾ ഒരു മോചനമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ദൈവം പറയുന്നതോട് call unto me. Amen. I will answer you. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ആ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ചിലപ്പോൾ I'm not saying that we might end up in a prison. നമ്മൾ ഒരു കാരാഗ്രഹത്തിൽ എത്തും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു മതിൽ നമ്മുടെ ചുറ്റും ചിലപ്പോൾ ഒരു ചില നിമിഷങ്ങളുണ്ട് we are stuck in a wall. I'm stuck in a wall. ഇതിൽ നിന്ന് വരാൻ പറ്റില്ല. Hallelujah. പക്ഷേ ആ അവസ്ഥയിൽ എത്തുമ്പോൾ ദൈവം പറയുന്നു call unto me. എന്തോ പറയുന്നത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക. ഞാൻ നിനക്ക് ഉത്തരം നൽകും. I will answer you. Amen. Hallelujah. Thank you Lord Jesus Lord. അപ്പോൾ ആ മതിലൊക്കെ who can break those walls? Amen. Hallelujah. ഈ ചുറ്റുമുള്ള മതിൽ എന്തോ തകർക്കാൻ ആർക്കാണ് പറ്റുന്നത്? അത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. Amen. Hallelujah. ഇന്ന് പകൽക്കാലം today morning let me tell you ഇന്നൊന്ന് കാര്യം പറയട്ടെ. Hallelujah. ഏത് അവസ്ഥയിൽ എന്തായാലും Amen. Hallelujah. Zechariah 2:1 വായിച്ചപോലെ raise up my eyes O Lord. ഞാൻ എൻ്റെ കണ്ണുകൾ കർത്താവേ അങ്ങിലേക്ക് ഒന്ന് മാറ്റട്ടെ. Let me look unto you O Lord this morning O Lord. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒന്ന് വരട്ടെ. Amen. Hallelujah. Thank you Lord. We praise you Lord Jesus O Lord. ഞാൻ ആ ദൈവത്തെ അങ്ങോട്ട് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ when I call unto the Lord. Amen. Hallelujah. Ephesians 1:20 Amen. Hallelujah. 3:20 I can do exceedingly ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ അതിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. Amen. He is not God. ആ പദത്തിന് ordinary words ആണ് ഉപയോഗിക്കുന്നത്, സാധാരണ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാമോ? ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാം. Now unto him that is able to do exceedingly abundantly above all that we ask or think, according or think. All things നമ്മുടെ ചോദിക്കുന്നതും നിരക്കുന്നതും what we ask or think he can do exceedingly and abundantly. Amen. Hallelujah. എനിക്ക് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം. Amen. Hallelujah. ഞാൻ മതിലിന്റെ ചുറ്റും ഇരിക്കുമ്പോൾ when I'm stuck inside the wall there is a limitation for me to think. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിലേക്ക് വിളിക്കുമ്പോൾ when I call unto the Lord, when I raise my head unto him, he can do exceedingly. എനിക്ക് ചിന്തിക്കുന്നതിനേക്കാളും ഞാൻ ആലോചിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ചെയ്യാൻ മതിയായവനാണ്. Amen. Hallelujah. Thank you Lord. സന്തോഷമുള്ള സ്തോത്രം. Hallelujah. Thank you Lord. He can do abundantly well. Amen. Hallelujah. Thank you Lord Jesus Lord. രണ്ട് രാജാക്കന്മാരുടെ പറഞ്ഞു വരാം. 2 Kings 6:15. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം
Amen. And when the servant of the man of God arose early and went out, there was an army surrounding the city with horses and chariot. And his servant said to him, Alas, my master, what shall we do? അതിനെ അവൻ പേടിക്കേണ്ട. Do not fear. അവിടെ ചുറ്റും നമ്മൾ നേരത്തെ വാക്യം വായിച്ചു. എന്താണ് we read the earlier verses. What is it? അവിടെ എന്താണ് സൈന്യം ഏറ്റവും നല്ല soldiers, the best soldiers, the horses and chariots, കുതിരകളും എല്ലാം ഉണ്ട് അവിടെ. ആരെ എലീശയെ പിടിക്കാൻ വേണ്ടിയിട്ട് 16 വാക്യം verse 16. അവൻ പേടിക്കേണ്ട. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം പറയുന്നു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ എണ്ണം അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ അടുത്ത് വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല. അവൻ നമ്മൾ വായിക്കാൻ I'm not getting deep into it. നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ എലീശ പ്രാർത്ഥിച്ചപ്പോൾ എലീശ എങ്ങനെ നോക്കി അവിടെ കണ്ണുകളുണ്ട്. എഫീഷ്യൻ 3:20 ഇവിടെ വരുന്നുണ്ടോ? Does it come to life? Efficient, exceedingly and abundantly. നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറത്തെ കാര്യം ആരാണ് ദൈവം കാണിച്ചു കൊടുക്കുന്നത്? God is revealing even. Hallelujah. ഇന്ന് നമ്മുടെ ചിന്തകളൊക്കെ ചെറുതാണ്. നമ്മുടെ what we think is very small. Our thoughts are limited. നമുക്ക് ഈ ലോകപ്രകാരം മാത്രമേ ഇനി ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങളും ഞാനും ഈ ലോകം എന്ന് ചിന്തിക്കുന്നു. What the world thinks, that is all what we think. അവർ എക്സ്പീരിയൻസ് ചെയ്ത പക്ഷേ നമ്മൾ ആ സക്കറിയ 2:1 ഒന്ന് ഉയരത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി. Amen. Hallelujah. ആ ഉയരത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ എന്താണ് ജെറമ്യ 33:2 പറയുന്നത്? Call unto me, I will answer. എന്നിലേക്ക് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകും. Amen. Hallelujah. പറയുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ നിന്ന് നോക്കുന്ന പോലെ തന്നെ എനിക്ക് മാറ്റാൻ സാധിക്കും. I can turn to the other way. ദൈവം നമുക്കൊരു വിഷൻ, സക്കറിയയ്ക്ക് ഒരു വിഷൻ കൊടുത്ത പോലെ God gave a vision to Zechariah. അതുപോലത്തെ ഒരു വിഷൻ നിങ്ങൾക്കും എനിക്കും ദൈവം തരും. Hallelujah. ആ ഒരു അഭിഷേകത്തിൽ നടക്കുമ്പോൾ, ആ ഒരു anointing നടക്കുമ്പോൾ, Amen. Hallelujah. Look unto the Lord. ഏത് അവസ്ഥ വരുമ്പോഴും, ഏത് സിറ്റുവേഷൻ വരുമ്പോഴും, whatever horses are behind me, whichever army is behind me, ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നത്? I will look unto the Lord. Amen. Hallelujah. Thank you, Lord. Hallelujah. We praise you, Lord Jesus, Lord. In the Balkan, ഇവിടെ if an ant is walking in this thing, amen, I give for him the world is only this much. ആ ഒന്നിന്റെ ലോകം ഇത് മാത്രമേ ഉള്ളൂ. ആ ഒന്നിനെ ഒന്ന് ഞാൻ if I take the ant and then okay, there is much more. ഇത് മാത്രമല്ല, there is much more. ഇവിടെ കണ്ട ഒരു സ്പീക്കർ ഉണ്ട്, ഇവിടെ ഒരു കീബോർഡ് ഉണ്ട്, ഇവിടെ ആൾക്കാരുണ്ട്, there is people sitting here. അങ്ങനെ the ant realizes there is a world outside. അവിടെ ഒരു ലോകമുണ്ട്. Amen. There is a world outside. പേടിക്കണ്ട, ഇതിനെ after this worship ഇവിടെ ആരാധനയുടെ കഴിഞ്ഞിട്ട് I will take you to Kodimala. There is a much more bigger world. ഞാൻ അവിടെ ഇവിടുന്ന് ഒരു വലിയ world ഉണ്ട്. Amen. I will take you. I take him with the ant in my pocket or my hand. Amen. അപ്പോഴാണ് കാണുന്നത് ഇതിലും വലിയൊരു ലോകമുണ്ട്. ഈ ലോകം മാറിയിട്ട് there is a bigger world. വേണ്ട, കുഴപ്പമില്ല, എന്റെ കൂടെ നിൽക്ക്. ഞാൻ നാളെ എറണാകുളം പോകുന്നുണ്ട്. Amen. എന്റെ കൂടെ ഞാൻ എറണാകുളം ഉണ്ടാകാം. There is a much bigger world outside. Amen. Hallelujah. ഇവിടുന്ന് ഒന്ന് മാറുമ്പോഴാണ് അത് മനസ്സിലായത് ഒരു ലോകമുണ്ട്. Amen. Hallelujah. If I raise my head to the Lord, Amen. Hallelujah. ഇന്ന് പകൽക്കാലം എന്റെ ഈ ലോകത്തെ കാഴ്ച മാറ്റിയിട്ട് ആ ദൈവത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, if I call unto the Lord, Amen. Hallelujah, He is more than able, exceedingly and abundantly, Amen. Hallelujah, ചെയ്യാൻ നമുക്ക് ചിന്തിക്കുന്നില്ല. Hallelujah. Thank you, Lord. Hallelujah. There is a word which God is going to show. Amen. Hallelujah. എന്റെ ഇതിൽ നിന്ന് മാറിയിട്ട്, Amen. Hallelujah, എന്റെ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് ആ ഉയരത്തിലേക്ക് ഒന്ന് നോക്കാൻ. Amen. Hallelujah. Thank you, Lord.
We praise you, we give you glory, Lord. ഒന്ന് രണ്ട് വാക്കുകൾ രണ്ടും നമുക്ക് കേൾക്കാം. അപ്പോസ്തല സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. Thank you, Lord. സൃഷ്ടികളോട് every creature നമ്മുടെ സകല സൃഷ്ടികളോടും ഇത് പറയാനായിട്ട് എനിക്ക് മതിലിൽ നിന്ന് പുറത്തേക്കുള്ള എന്താ മതിലുണ്ടാക്കി. If I have to say this, I have to come out of the wall that I have created. Amen. Hallelujah. ഞാനൊരു മതിലുണ്ടാക്കിയിട്ടുണ്ട്. I will share only to these people. ഇവരോട് മാത്രമേ ഞാൻ പറയൂ. I will share the gospel to certain people. പക്ഷെ വചനം എന്ന് പറയുന്നത് സകലതും every creature സകല സൃഷ്ടികളോട്. Amen. Hallelujah. ജോൺ 3:16 നമുക്കെല്ലാം ഭയമാണ്. യോഹന്നാൻ 3:16. പക്ഷെ അത് പറയുന്നത് God so loved the world എന്നാണ് പറയുന്നത്. God did not say ദൈവം പറഞ്ഞ 10% പറഞ്ഞില്ല. ദൈവം സ്നേഹിച്ച സകലരും. Everybody. Amen. Hallelujah. Thank you, Lord. Thank you, Lord Jesus. We praise you. രണ്ട് പത്രോസ് 3:9. ചിലർ താമസമെന്ന് ചേരുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ None should perish. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. Amen. Hallelujah. Thank you, Lord. ആ ബോളിയിൽ നിന്ന് നമുക്ക് പുറത്തു വരണം. ആ മതിലിൽ നിന്ന് പുറത്തു വരണം. Every creature. എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണം. Amen. Hallelujah. ഒരു വാക്ക് 1 തിമോഥെയോസ് 2:4. സകല മനുഷ്യരും രക്ഷപ്പെടും. All men. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. The knowledge of truth. എല്ലാവരും ദൈവത്തെ ഹിതം God's will എന്നുള്ള എല്ലാവരും രക്ഷപ്പെടുവാൻ. Everybody needs to come to the true knowledge of truth. പക്ഷെ why is not ഞാൻ ഇവിടെ പോകാനാണ് ചെയ്യുന്നത്. I am inside the wall. I am inside the wall. Last verse, close in 1:23. 1:23. What is the ability? സകല സൃഷ്ടികളുടെയും പോഷിക്കും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായിത്തീർന്നു. നിങ്ങൾ കേട്ടുനിൽക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇടകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ആകാശത്തിന് കീഴെ സകല സൃഷ്ടി every creature പോഷിക്കും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായിത്തീർന്നു. നിങ്ങൾ കേട്ടുനിൽക്കുന്ന ഈ വാക്കുകളെല്ലാം നമ്മൾ എടുത്തത് every word that we said, what is it? എല്ലാം സകല സൃഷ്ടികൾ. Amen. Hallelujah. ഈ anointing എലീശ നടന്ന ആ ഒരു അഭിഷേകത്തിലെ Amen. Hallelujah. ഞാൻ നിങ്ങൾ നടക്കുവാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. എന്റെ കൂടെ ഒരു മതിലുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. Amen. Hallelujah. എന്റെ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് എന്റെ ഭയത്തിൽ നിന്ന് മാറിയിട്ട് let me move out of my fears. Amen. Hallelujah. ആ anointing നടക്കുമ്പോൾ when I walk in the spirit, Amen. Hallelujah, I come to the spirit. ആ knowledge of truth ലേക്ക് എല്ലാവരോടും ഒരു ഭയം മാറ്റിയിട്ട് എനിക്ക് ആ സുവിശേഷം പറയാൻ സാധിക്കണം. I need to share the gospel. I need to say the good news. ആ നല്ല വാർത്ത മറ്റുള്ളവരോട് ആ ഭയത്തിന്റെ ആത്മാവിനെ മാറ്റിയിട്ട് കാരണം എന്റെ കൂടെ ഒരു wall of fire ഉണ്ട്. Amen. Hallelujah. There is a wall of fire with me. Amen. Hallelujah. That spirit of healing, that spirit of miracles, that spirit of wisdom. സകല ജാതികളുടെ Amen. Hallelujah. Every creature. Amen. Hallelujah. Thank you, Master Lord Jesus, the Lord.
വെളിച്ചം ഉണ്ടാകുകയില്ല. കോവിൽ പോലത് മറന്നുപോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാണ് ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. It shall come to pass in that there will be no light. The lights will be diminished. It shall be one day which is known to the Lord, neither day nor night, but in the evening time it shall happen, and that it will be light. ഏഴാമത്തെ അവസാനത്തെ ഭാഗം വായിച്ചു. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്ത്. സന്ധ്യാസമയത്ത് എവിടെ വെളിച്ചമുള്ളത്? Where do we see light in the evening? There will be, ഏഴാമത്തെ വാക്യം പറയുന്നത്, there will be light in the evening. Amen. Oh, there is forces of evil outside, forces of the kingdom of God. There is good happening one side, there is evil happening the other side. നല്ലതൊരു പക്ഷത്ത്, ചീത്തയൊരു പക്ഷത്ത്, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഏഴാമത്തെ വാക്യം പറയുന്നത്? ഒന്നുകൂടെ വായിച്ചോളൂ, ശ്രദ്ധിച്ചു വായിച്ചോളൂ. Zechariah 14:7. യഹോവ മാത്രം ഒരു ദിവസം വരും. There will be a time that is coming. It shall be one day which is known to the Lord, neither day nor night, but at the evening time it shall happen. വായിച്ചോളൂ. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി അപ്പൊ നമുക്ക് ഒരു പക്ഷേ ഇന്ത്യക്ക് എത്തുമ്പോൾ ആ ഡാർക്ക്നെസ് വരുമ്പോൾ നമുക്ക് we will think that see darkness is going to win. ഈ ഇരുട്ട് ജയിക്കാൻ പോവാത്ത ഒരു തോന്നൽ നമുക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ when you see something happening, ചിലത് സംഭവിക്കുമ്പോൾ ഇത് നമ്മുടെ ചിലപ്പോൾ തകർക്കാൻ പറ്റും. It can destroy us. ഇത് എല്ലാം can overturn everything. പക്ഷേ ദൈവം പറയുന്നത് ആ സന്ധ്യാസമയം അവിടെ വെളിച്ചം ഉണ്ടാകും. ആ ഒരു നമുക്ക് ചിന്ത വരുന്ന സമയമുണ്ട് where everything is going to be lost. ഇതെല്ലാം തീരാൻ പോകണം. പക്ഷേ അവിടെ ദൈവം പറഞ്ഞ അവിടെ വെളിച്ചം ഉണ്ടാകും. Hallelujah. The victory belongs to the Lord. ആ ജയം യഹോവയുടെ തന്നെയാണ്. Hallelujah. The victory belongs to the Lord. Amen. Hallelujah. Thank you, Master Lord Jesus. We praise you. We glory you. Hallelujah. Thank you, Lord. Thank you, Lord Jesus. Let's take one last verse. Hallelujah. Sangeetam Randale Psalms 2:3. Sangeetam Randale. എന്നോട് ചോദിച്ചുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി ജാതികളെ അവകാശമായിട്ട് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി. Hallelujah. Thank you, Lord Jesus. Hallelujah. Thank you, Lord. ഭൂമിയുടെ അറ്റത്തോളം വരെ. Hallelujah. Hallelujah. Thank you, Lord. Praise you, Lord Jesus. From one end to the other end of the ഭൂമിയുടെ അറ്റത്തോളം വരെ. God sends for a purpose, a reason. Hallelujah. ദൈവം ഓരോ ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് the purpose of it. Hallelujah. That is the reason for it. Hallelujah. Thank you, Lord. Praise you, Lord. Hallelujah. Thank you, Lord. Our knowledge of truth, hallelujah. Our something they were hallelujah. Our number bhayam on the margin to remove all the fears. In our mother, the day we have a knowledge, pure knowledge and the truth to be able to feed your wall upon the God has a wall of fire.